കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ ഉപേക്ഷിക്കപ്പെട്ട വാട്ടർ ടാങ്ക് തകർന്നു വീണു. കാലപ്പഴക്കം ചെന്ന വാട്ടർ ടാങ്ക് റോഡിലേക്ക് തകർന്ന് വീഴുകയായിരുന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കെ.ബി. ശ്രീധരനുണ്ട്. ശ്രീധരൻ, എന്താണ് സംഭവിച്ചത്? പ്രതീക്ഷ, ഇത് വളരെ ഭാഗ്യം കൊണ്ട് ചില ആളുകൾ രക്ഷപ്പെടുന്ന നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ ടാങ്ക് തകർന്നു വീഴുമ്പോൾ അതുവഴി ഒരു കാറ് പോകുന്നുണ്ട്. ആ കാറിൽ യാത്രക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് അവർക്ക് പെട്ടെന്ന് വണ്ടി വെട്ടിച്ചു മാറ്റാൻ സാധിച്ചു. ഏതാണ്ട് 80 വർഷത്തോളം പഴക്കമുള്ളതാണ് വാട്ടർ ടാങ്ക്. ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ഏതായാലും ഇത് പൊളിച്ചു മാറ്റുന്നത് നേരത്തെ തന്നെ നാട്ടുകാരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെയുള്ള നടപടിയൊന്നും ഉണ്ടായില്ല. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയും ഈ ചിക്കമംഗളൂർ മേഖലയിൽ പെയ്തിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ടാങ്ക് തകരാൻ കാരണമെന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും ഇതിന് ചുവട്ടിൽ നിന്നിരുന്ന ഒരാൾക്കാണ് പരിക്കേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിച്ചു. പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് നിരവധി കടന്നു പോകുന്ന ഒരു മേഖലയാണ്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഞെട്ടൽ ഉളവാവുകയാണ്. കാരണം ആ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ മറ്റാരും അവിടേക്ക് പോകാഞ്ഞതുമൊക്കെ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ശ്രീധരൻ, തീർച്ചയായിട്ടും ഇതൊരു അങ്ങാടി പോലുള്ള ഒരു മേഖലയാണ്. അതായത് പ്രധാന റോഡല്ല, റോഡിന് ഉൾഭാഗത്തുള്ള ഒരു മാർക്കറ്റിന്റെ സൈഡാണ് ഇതാണ് ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത്. ഏതായാലും അവിടെ നിന്നിരുന്ന വാട്ടർ ടാങ്ക് താഴേക്ക് വീണു. പക്ഷേ അതുവഴി ആൾസഞ്ചാരം കൂടുതലുള്ള മേഖലയാണ്, വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്. ആ ദൃശ്യങ്ങൾ തന്നെ ഒരു വെളുത്ത കാറ് നമുക്ക് കാണും. ആ കാറിന് മുകളിലേക്കാണ് ഈ ടാങ്ക് ചെരിഞ്ഞു വരുന്നത്. പെട്ടെന്ന് ആളുകൾ ബഹളം വെച്ചതുകൊണ്ട് ഈ യാത്രക്കാർ അല്ലെങ്കിൽ കാർ ഓടിച്ചിരുന്ന ആൾ വലത്തേക്ക് വെട്ടിച്ച കാരണം വലിയ അപകടം ഒഴിവായി. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് വലിയ ദുരന്തത്തിലേക്കൊക്കെ പോയേനെ. ഏതായാലും ഇത് മറിയാൻ അല്ലെങ്കിൽ ചെരിയുന്നത് കണ്ട് അവിടെ ആളുകൾ നിന്നിരുന്നത് ഒരുപക്ഷെ ഗുണമായി. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതറിയാതെ അതുവഴി വന്ന് ആളുകൾ അതിൽ പെടുന്ന അവസ്ഥ വന്നേനെ. ഏതായാലും അതിഭയങ്കരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കെ.ബി. ശ്രീധരനാണ് വിവരം നൽകിയത്. ഓരോ വാർത്തയും ഓരോ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ അയൽ സംസ്ഥാനത്ത് നടന്ന സംഭവമാണെങ്കിലും നമ്മൾ ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പഴക്കമേറിയ കെട്ടിടങ്ങളായാലും ഇത്തരം സമാന സാഹചര്യങ്ങളുള്ള സ്ഥലത്തൊക്കെയുള്ള ആളുകൾ ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകം ശ്രദ്ധ വഹിപ്പിക്കേണ്ട ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്യുകയാണ്. കാരണം ക്ഷണനേരം കൊണ്ട് സംഭവം ഉണ്ടാകുന്നു. പക്ഷേ അവിടേക്ക് ആരും പോകാഞ്ഞതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി.